കശ്മീരിൽ ലഷ്കർ കമാൻഡറെ വധിച്ച് സൈന്യം അൽത്താഫ് ലല്ലിയെയാണ് സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചത്. പ്രദേശത്ത് സൈന്യവും ഭീകരരും ഏറ്റുമുട്ടൽ തുടരുകയാണ്. നിയന്ത്രണ രേഖയിൽ പലയിടത്തും പാക് സൈന്യം നടത്തിയ വെടിവെപ്പിന് ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകി. കശ്മീരിലെ ബന്ദിപ്പോറയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ലഷ്കർ കമാൻഡർ അൽത്താഫ് ലല്ലിയെ സൈന്യം വധിച്ചത്. കശ്മീരിൽ സൈന്യത്തിന് നേരെ നിരന്തരം നടക്കുന്ന ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരിൽ പ്രധാനിയാണ് അൽത്താഫ് ലല്ലി. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ തെക്കൻ പീർ പഞ്ചൽ മേഖലയിൽ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഗന്ദർബാലിലും ബന്ദിപ്പോറയിലും ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. വീടുകൾ തോറും കയറിയിറങ്ങിയാണ് ഭീകരർക്കായി സൈന്യം തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ 2 ഭീകരരുടെ ചിത്രങ്ങൾ കൂടി സൈന്യം പുറത്തുവിട്ടു. ഒരു ടൂറിസ്റ്റ് മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങളാണ് സൈന്യം പുറത്തുവിട്ടത്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ഉദ്ധംപൂരിലെത്തി സുരക്ഷ വിലയിരുത്തി. സേന ഉന്നതരുമായും ലഫ്റ്റനന്റ് ഗവർണറുമായും ചർച്ച നടത്തി. വടക്കൻ കമാൻഡ് ആസ്ഥാനവും കരസേനാ മേധാവി സന്ദർശിച്ചു. അതിർത്തിയിലെ സാഹചര്യം വിലയിരുത്തി. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ ഇന്ത്യ അവസാനിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ഭീകരാക്രമണവും നുഴഞ്ഞുകയറ്റവും തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ നീക്കം. പാകിസ്ഥാൻ പൗരന്മാരെ ഉടൻ കണ്ടെത്തി തിരിച്ചയക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യ നടപടി കടുപ്പിച്ചതോടെ പാകിസ്ഥാനും ആശങ്കയിലാണ്. നിയന്ത്രണ രേഖയിലുടനീളം പാകിസ്ഥാൻ സന്നാഹം ശക്തമാക്കി. പാക് റേഞ്ചേഴ്സിനെ വിന്യസിച്ചു. ആയുധങ്ങൾ അതിർത്തിയിലേക്ക് നീക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ പാക് ഉപപ്രധാനമന്ത്രി ഭീകരരെ പ്രശംസിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇഷാഖ് ദാറിന്റെ പ്രതികരണം. ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നതായി പാകിസ്ഥാൻ തുറന്നു സമ്മതിച്ചു. 30 വർഷമായി പാകിസ്ഥാൻ ഈ വൃത്തികെട്ട ജോലി ചെയ്യുകയാണെന്നും ഫലം രാജ്യം അനുഭവിക്കുകയാണെന്നും പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.